ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിപ്പോൾ ഒരു കാര്യം പറയാൻ വന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കള്ളന്മാരുടെ ശല്യമൊക്കെ ഇടയിലിടെ കൂടി വരുന്നുണ്ട്. കള്ളന്മാരായിട്ടും കൊള്ളക്കാരായിട്ടും ഗുണ്ടകളായിട്ടൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകണം, ഞാനിപ്പോൾ നിൽക്കുന്നത് കാറയാണ്. അപ്പോൾ എൻ്റെ ഭാര്യ വീട് ഇവിടെയാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് വന്നതാണ്, ഭാര്യ വീട്ടിൽ വന്നതാണ്. അപ്പോൾ ഗൂളിക്കടവിൽ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ ഒരു ക്രിസ്ത്യൻ പള്ളി, അവിടെ ഇന്നലെ രാത്രിയിലൊരു കള്ളൻ കയറി പള്ളിക്കകത്തല്ല, അച്ഛന്മാർ കിടക്കുന്ന അച്ഛൻ്റെ പള്ളി റൂമിലാണ്. കയറിയതിന് ശേഷം എന്ത് ചെയ്യുന്നത് വെച്ചാൽ, കക്കാൻ കയറിയത് എന്തൊക്കെ കട്ടേൻ്റെ ഇതിൻ്റെ ശേഷം അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. അച്ഛന്മാർ അറിയുകയും ചെയ്തു. ഇത് പോലീസ് വിവരം അറിയിച്ചു. പോലീസുകാർ വന്നു. അപ്പോൾ അതിൻ്റെ മുന്നത്തിന് നാട്ടുകാർ പിടികൂടി 4 കൊടുത്തു. 4 കൊടുത്ത സമയത്ത് ഇവൻ വേറെ വേറെ പേരുകളാണ് പറയുന്നത്. ഒരു പേര് പറയുന്നതല്ല പിന്നെ പറയുന്നത്. 2 കൂടി കൊടുത്തപ്പോൾ പിന്നെ യഥാർത്ഥ പേര് പറഞ്ഞു എന്നാണ് പറയുന്നത്. എന്നാലും ആളെ പോലീസ് പൊക്കിക്കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പള്ളികളിലും അമ്പലങ്ങളിലൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് മോഷ്ടിക്കണം തോന്നും. അവിടെ ചിലപ്പോൾ ഇരുന്ന് ഉറങ്ങിപ്പോവും. അത് അവിടെ ഇരിക്കുന്ന ഈശ്വരൻ്റെ കളിയാണ്. ഈശ്വരൻ ഒന്ന് കുഴപ്പിക്കാന്ന് വെച്ചിട്ട് ഈശ്വരൻ ചെയ്യുന്ന പരിപാടി, ഈശ്വരൻ്റെ ശക്തിയാണത്. അതുകൊണ്ട് തന്നെയാണ് ഈ കള്ളൻ അവിടെ ഇരുന്നതും. തക്ക സമയത്ത് ആൾക്കാർ കാണുകയും ആൾക്കാർ അറിയുകയും, അച്ഛന്മാർ കണ്ടിട്ട് ആൾക്കാരെ പറയുകയും, ആൾക്കാർ അറിഞ്ഞ് അങ്ങനെ ആൾക്കാർ പിടികൂടി. പിന്നെ പോലീസ് വന്ന് പോലീസ് കൊണ്ടുപോയി. ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഒരു 2-3 മാസം മുൻപ് തന്നെയാണ് ഒരു ക്ഷേത്രത്തിൽ, പാലക്കാട് ഇവിടെ ഒരു ക്ഷേത്രത്തിൽ, അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. ഞാൻ അമ്പലത്തിൽ കയറി ഇതുപോലെ സാധനങ്ങൾ, അവിടുത്തെ അമ്പലത്തിലുള്ള വിഗ്രഹങ്ങളോ എന്തോ വിലപിടിപ്പുള്ള സാധനങ്ങളോ മോഷ്ടിക്കാൻ കയറി. പുറത്ത് നല്ല മഴ പെയ്തു. കള്ളം കയറിയ സമയത്ത് മഴ പെയ്തു. ഉറങ്ങിപ്പോയി. ഇതുപോലെ തന്നെ പോലീസ് പൊക്കി. അപ്പോൾ ഈ കള്ളന്മാർക്കൊക്കെ വളരെ എന്താ പറയാം, കഷ്ടകാലമാണ്. കാരണം ഒരു ഭാഗ്യമില്ലാത്ത കള്ളന്മാരാണ് ഇപ്പോൾ കയറുന്നൊക്കെ. കാരണം പിടിച്ചിട്ട് ഒന്ന് മോഷ്ടിച്ച് ഓടാനും പറ്റുന്നില്ല, രക്ഷപ്പെടാനും പറ്റുന്നില്ല. അപ്പോഴേക്കൊക്കെ ആൾക്കാർ പിടിക്കുന്നു. വെറുതെ എന്തിനാ അവനവൻ്റെ പണിയെടുത്ത് എവിടെയെങ്കിലും നല്ല ജോലി ചെയ്ത് ജീവിച്ചുകൂടെ, 10 പൈസ ഉണ്ടാക്കിക്കൂടെ? മോഷ്ടിക്കാൻ നടക്കുന്നത് ഒന്നും അല്ലെങ്കിൽ ഇത്ര തണ്ടും തടിയുള്ളവനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാമല്ലോ. ഇപ്പോൾ നാട്ടുകാരെ അറിഞ്ഞു, ഇടിയും കിട്ടി. പോലീസിൻ്റെ അടുത്തുനിന്ന് ഇടി വേറെ കിട്ടും. അവൻ്റെ വീട്ടുകാരെ അറിയും. വല്ലാത്തൊരു കഷ്ടം. ഞാൻ ആരാന്നുള്ള അറിയത്തില്ല, ആളുടെ പേര് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ രാവിലെ കേട്ടൊരു ന്യൂസ് ഞാനിപ്പോൾ വീഡിയോ ചെയ്തതാണ്. അധികം വൈകാതെ എല്ലാം ന്യൂസ് ചാനലിൽ കൂടിയും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊന്ന് വീഡിയോ ചെയ്യണമെന്ന് വെച്ചതാണ്. അപ്പം എല്ലാവരും രാത്രി കടന്നുറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക, കള്ളൻ ഏത് രീതിയിലും വരും. ഒരു സാംസങ്ങിൻ്റെ മൊബൈൽ കിട്ടിക്കഴിഞ്ഞാൽ അതും കട്ടുകൊണ്ട് പോകുന്ന കാലമാണ്. എന്തെങ്കിലും കൈ കിട്ടുന്നതായിട്ട് പോവും. പിന്നെ എനിക്ക് ഇതിൽ പറയാനുള്ള അച്ഛന്മാരുടെ കാര്യത്തിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. 2 അച്ഛന്മാരുള്ള സമയത്ത് അച്ഛന്മാരെ ഉപദ്രവിക്കാതിരുന്നത് തന്നെ അച്ഛന്മാരുടെ ഭാഗ്യം. കാരണം അച്ഛന്മാർ കടന്നുറങ്ങുന്ന സമയത്ത് എന്തെങ്കിലും വെച്ചൊരു അച്ഛന്മാരെ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കാരണം ഇവനൊക്കെ എന്തായാലും പണ്ടൊക്കെ ദൈവം പുറകെ ഇപ്പം കൂടെ എന്നൊക്കെ പഴയ ആളുകളും പറഞ്ഞിട്ടുണ്ട്. അത് ശരി തന്നെയാണ്. പണ്ടും ദൈവം പുറകെ ഒന്നുമില്ല. ദൈവം കുടുങ്ങുന്ന സമയത്ത് ഏത് മനുഷ്യനെ സഹായിക്കും. അതാണ് ദൈവം. അപ്പോൾ അതവിടെ ഇരിക്കാനുള്ളത് ആ ദൈവത്തിൻ്റെ ശക്തിയാണ്, അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോകാനുള്ളത്. ഇനി ഒരിക്കലും മേലെ കക്കാൻ കയറരുത്. കക്കാന് പള്ളിയിൽ നിന്നല്ല, എവിടെ ആയാലും, പള്ളിയിലായാലും മുസ്ലിം പള്ളിയിലായാലും അമ്പലത്തിലായാലും എവിടെ ആയാലും മോഷ്ടിക്കാൻ കയറുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക. അവിടെ ഇരിക്കുന്ന ഈശ്വരൻ്റെ കളിയാണ് ഇതൊക്കെ. ഈശ്വരന് ശരിക്കും ഉറക്കി വിടും. ഈശ്വരനോട് കളിച്ചു കഴിഞ്ഞാൽ കളി പഠിക്കുന്നുള്ളത് മനസ്സിലായില്ലേ? അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ ഈ ഗൂളിക്കടവിലുള്ള ഈ പള്ളി കയറിയ സംഭവം, പാലക്കാട് അമ്പലത്തിൽ കയറിയ സംഭവം. അപ്പം വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നെഗറ്റീവ് കമൻറ്റ് ഇടാം, നല്ല കമൻറ്റ് ഇടുന്നവർക്കിടാം. ഇടാൻ നിർബന്ധമൊന്നുമില്ല. പക്ഷേ കള്ളന്മാർക്ക് സപ്പോർട്ട് നിൽക്കുന്നവർക്കൊന്നും ഇത് ഇഷ്ടപ്പെടില്ല. കാരണം കക്ക നടക്കുന്നവരും അവരും കള്ളന്മാരാവും. കാരണം അവർക്കിത് ഇഷ്ടമുള്ളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്താൽ മതി. ശരി, എന്നാൽ ഓക്കെ, നിർത്തുന്നു. ഗുഡ് ബൈ.